ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ സുഖമാണ്. അപ്പം മാഷാ അല്ലാ നമ്മൾ നാട്ടിലൊക്കെ സുഖമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ മെഹറാജ് നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം 4 മണി ആയിരിക്കും കേട്ടോ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങുമ്പോൾ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ നിയമങ്ങളൊക്കെ ഒന്ന് നോമ്പോറ്റ് സ്കൂളിൽ പോയതുണ്ട്. അപ്പോൾ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ അവളുടെ ഒരു ചോദ്യമാണ്, ഇന്ന് എന്താ സ്പെഷ്യൽ എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമ്മൾ മുന്തിരി പിന്നെ തിളപ്പിച്ചിട്ടാണ് കേട്ടോ ജ്യൂസ് അടിക്കുന്നത്. മുന്തിരി തിളപ്പിച്ച് ജ്യൂസ് അടിക്കുന്നത് നല്ലതാണ്. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പൊടി നമ്മൾ പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പത്തിരിയാണ്. പിന്നെ ബീഫ് വരട്ടിയ പോലത്തെ ഇതാണ് കേട്ടോ, വരട്ടിയതാണ്. അപ്പോൾ അത് കുക്കറിൽ വെച്ച് അതും വെന്തിട്ടുണ്ട് അവിടെ. അപ്പോൾ മുന്തിരി ഇതാ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ ജ്യൂസ് അടിക്കുമ്പോൾ എന്താണെന്നറിയോ പ്രത്യേകത, മുന്തിരി ജ്യൂസ് നല്ല കട്ടിയിൽ കിട്ടും കേട്ടോ, നല്ല ഇതിൽ കിട്ടും കേട്ടോ മുന്തിരി ജ്യൂസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ അതാ വാട്ടിച്ച പൊടി ചൂടോടൊക്കെ തന്നെ കുഴച്ചെടുക്കണ്ട. കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞാൽ പൊടി ആടായി പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പത്തിരിക്കുള്ള പൊടിയൊക്കെ കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കണമല്ലോ. അപ്പോൾ അത് പരത്താൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ഈ പ്രസ്സുമ്മൽ കവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തായി കവർ ഇട്ടിച്ചെന്ന്. അത് നന്നായി പരന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കവർ ഇട്ടത്. അത് നല്ല അടിപൊളിയായിട്ട് പരന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്കൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അങ്ങനെ ആയാലും ഈ ചെറിയ പത്തിരി കാണുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഒന്ന് പ്രസ്സുമ്മൽ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് പരത്തി വലുതാക്കി എടുക്കും കേട്ടോ. അതാണ് കാണാനും ഭംഗി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി അപ്പം അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സമൂസ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പത്തിരി ചൂടാൻ വേണ്ടി നിന്നിട്ടോ. അപ്പോൾ സമൂസൻ്റെ മാവ് ഞാൻ ഈ പത്തിരിൻ്റെ മാവ് കുഴച്ച സമയത്ത് തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഉമ്മ അത് പരത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഇത് പത്തിരി ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ആവും, നമുക്ക് കുറച്ച് പത്തിരിയൊക്കെ മതിയല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു ഇതിൽ ചുട്ട് നല്ല പൊടി ഉണ്ട് കേട്ടോ പത്തിരിയിൽ, അതൊക്കെ അതിലായിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സമൂസൻ്റെ പിന്നെ ഇത് മസാല തയ്യാറാക്കാണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സമൂസൻ്റെ പിന്നെ മസാല ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ റെസിപ്പി ആയിട്ടൊന്നും ഇവിടെ കാണിക്കണമൊന്നുമില്ല കേട്ടോ. നമ്മൾ അന്ന് ഉണ്ടാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നുള്ളൂ, അല്ലാതെ റെസിപ്പി ആയിട്ടൊന്നും പറയും. ഇതൊക്കെ എല്ലാവർക്കും അറിയണ റെസിപ്പികളാണല്ലോ അല്ലേ. അപ്പോൾ അത് എണ്ണ ഒന്ന് ചൂടായപ്പോൾ നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അതൊന്ന് പച്ചമണം മാറിയതിന് ശേഷമാണ് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ അങ്ങനത്തെ എല്ലാ ഇതും അരച്ചൊരു പേസ്റ്റാണ് കേട്ടോ. അതും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മസാല അതിലേക്ക് വേണ്ട പൗഡറുകളുണ്ടല്ലോ അതും ചേർത്തിട്ട് എത്രയാണ് എന്താണ് എങ്ങനെയെന്നൊന്നും ഞാൻ പറയണില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാണ് ഈ സമൂസ എന്ന് പറഞ്ഞത്. സമൂസൻ്റെ റെസിപ്പി അറിയാത്തവരും ആരും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ മസാല ഒക്കെ റെഡിയാക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴറ്റി വന്നപ്പോൾ ഞാൻ ബീഫാണ് കേട്ടോ, ബീഫ് കുറച്ചെടുത്തിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ബാറ്ററി നമ്മളത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ പിന്നെ അതവിടെ ചൂടാറാൻ വെച്ചതിന് ശേഷം നമ്മൾ എന്താക്കി പിന്നെ മുന്തിരി ജ്യൂസ് അടിച്ചെടുക്കണമല്ലോ. മുന്തിരി തിളപ്പിച്ച് വെച്ചതല്ല, അപ്പോൾ അതൊക്കെ ചൂടാറിയപ്പോൾ ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് ജ്യൂസ് ആക്കണ്ടില്ല നിങ്ങൾ. ഇങ്ങനെ ഒരു കട്ടി കിട്ടും നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ. ഇങ്ങനെ ഒരു കട്ടിയിലാണ് കേട്ടോ നമ്മൾ ജ്യൂസ് ഉണ്ടാകൽ. നല്ല ഇതാണ് കേട്ടോ. ഇങ്ങനെ ജ്യൂസ് അടിക്കുമ്പോൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണ്ടേ. എല്ലാവർക്കും അറിയാമെന്നാണ് വിചാരിക്കണത്. അല്ലെങ്കിലും ആരെയും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ്ടില്ലേ നല്ല അടിപൊളി കട്ടിയിൽ നല്ല ജ്യൂസ് കിട്ടി. അപ്പോൾ നമ്മളിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണ്ട, ഒന്ന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സമൂസൻ്റെ പിന്നെ മസാല ഒന്ന് ചൂടാറി വന്നപ്പോൾ നമ്മൾ സമൂസ ഷീറ്റിലേക്കാക്കുക. ഷീറ്റ് നമ്മൾ പറഞ്ഞില്ല മൈദ കുഴച്ചിട്ട് ഇങ്ങനെ കോണായിട്ട് കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ. നമ്മൾ മറ്റേ ഷീറ്റ് വാങ്ങൽ എപ്പോഴെങ്കിലും വാങ്ങലുള്ളൂ, എന്നാലും അധികം ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യരുത്. ഇതേപോലെ ഇത് വെറും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സമൂസ കേട്ടോ. കാരണം നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് മൈദ ഒക്കെ കുഴച്ചെടുത്താൽ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കട്ടോ. ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഏറ്റവും നല്ല ഇങ്ങനെ ചെയ്യണ തന്നെയാണ്. നമുക്ക് കഴിക്കാനൊരു തൃപ്തി കിട്ടലും ഇങ്ങനെ തന്നെയല്ല. മറ്റുള്ളതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണതല്ലേ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കല്. അപ്പോൾ എന്താ
നമ്മൾ സമൂസേൻ്റെ പിന്നെ മസാല ഇതിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ സിമ്പിളായിട്ട് ഇതിൽ കാണുന്ന പോലെ അങ്ങനെ ചെയ്താൽ മതി. അറിയായിരിക്കും, എന്നാലും അറിയാത്തവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്നുള്ളൂ കേട്ടോ. എന്തായാലും നമ്മളെ സമൂസ നിറച്ചതൊക്കെ ഫുള്ളായിട്ട് മുഴുവനായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്കത് പൊരിച്ചെടുക്കാം. ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള ടൈമുകളൊക്കെ ആയി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റാണ് ഈ സമൂസൻ്റെ പരിപാടിയിലേക്ക് നീങ്ങിയത്. കാരണം ചൂടോടുക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ പണി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് സമൂസ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് നമ്മൾ സമൂസ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇതൊന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ. വളരെ സിമ്പിളാണല്ലേ ഈ സമൂസ ഒക്കെ ഉണ്ടാക്കാൻ. നമുക്ക് സിമ്പിളാണ് കേട്ടോ, അതുകൊണ്ട് നമ്മൾ പറഞ്ഞത്. നല്ല അടിപൊളി സമൂസ ആയിട്ട് കിട്ടും ചെയ്യും. പിന്നെ അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്ത് ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണതാണ്, എങ്കിലും നമ്മൾ ചെയ്തൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം പിന്നെ ജ്യൂസ് അടിക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഫ്രൂട്ട്സായിട്ട് വത്തക്കി മുന്തിരി ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഒക്കെ അവിടെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള ടൈമായി. ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ. മറ്റുള്ള ഫുഡ് കഴിക്കണേക്കാളും കൂടുതൽ ഇങ്ങനത്തെ പൊരിച്ച ഐറ്റംസുകളൊക്കെ നല്ല കഴിക്കും കേട്ടോ. അപ്പോൾ അതവർക്ക് വേണ്ടി ഉണ്ടാക്കൽ നിർബന്ധമാണ്. അപ്പോൾ പിന്നെ ഇത് കഴിക്കുമ്പോൾ പിന്നെ അവർക്ക് പിന്നെ മറ്റുള്ള ഐറ്റംസ് വേണ്ടി വരില്ല, അതാണ് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാ നല്ല മൊരിഞ്ഞ നല്ല അടിപൊളി സമൂസ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ടേബിളിൽ കൊണ്ടുവയ്ക്കാം. അപ്പോൾ അത് നമ്മൾ വത്തക്ക മുന്തിരി ജ്യൂസ്, സമൂസ, പിന്നെ ബീഫ് കറി ഉണ്ട്, പിന്നെ സമൂസൻ്റെ ബാക്കി പിന്നെ ഇതുകൊണ്ട് പരത്തിയൊരു മൈദൻ്റെ പരത്തി മാവ് കൊണ്ട് നമ്മൾ 2-3 പൂരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ പൂരി, പിന്നെ പത്തിരി, ഇതൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ നോമ്പ് തുറക്കാനും ബാങ്ക് കൊടുക്കാനായിട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താണ്ടിട്ടോ, ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്താണ്ടിട്ടോ. അപ്പം നിയമോളിത് ബാങ്ക് കൊടുത്തപ്പം പറയുന്നുണ്ട്, ഇനി എന്നും നോമ്പായാൽ മതി, ഇനി അങ്ങനത്തെ ഒക്കെ കഴിക്കല്ലോ എന്ന്. ഓക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പോൾ റിച്ചിട്ടോ ഒരു കടി അടിച്ച് കണ്ട് അത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവനക്ക് എരുള്ളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, അവനക്ക് ഫ്രൂട്ട്സിനോടാണ് താല്പര്യം കേട്ടോ. അപ്പോൾ നമ്മളെ മുന്തിരി ജ്യൂസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നോമ്പ് തുറന്നു കേട്ടോ ഗൈസ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം പിന്നെ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.